ഹായ് എവറി വൺ. പലപ്പോഴും എക്സാമിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ മെൻ്റലിൻ്റെ ക്രോസ്. 2023 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ അത് താല്പര്യക്കുറവുകൊണ്ടും അല്ലെങ്കിൽ ഇത് ടഫാണെന്ന് വിചാരിച്ചിട്ടാണ് മിക്ക കുട്ടികളും മാറ്റി വയ്ക്കുന്നത്. പക്ഷേ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. പാരൻ്റൽ പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളൊരു പ്ലാന്റ് ഉണ്ട്. ഡോഫ് പ്ലാന്റ്, റിങ്കിൾഡ് സീഡ്, ഉയരം കുറഞ്ഞ പൊക്കം കുറഞ്ഞിട്ടുള്ള ചുളുങ്ങിയ വിത്തുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്ത് എന്തൊക്കെയാണ് നോക്കി. ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ഇത് ഡോമിനൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അത് ഒരു എന്താ പറയുക, പ്രകടമായിട്ടുള്ള ഗുണമാണ്, ഡോമിനൻ്റ് ട്രെയ്റ്റ് ആണ്. ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുന്ന ട്രെയ്റ്റുകളൊക്കെ സ്വഭാവങ്ങളൊക്കെ എന്തായിരിക്കും? അതായിരിക്കും ആ രണ്ട് സ്വഭാവത്തിലെ ഏറ്റവും ഡോമിനൻ്റ്. അതിൽ പ്രകടമായി എന്താ പറയുക, അതിൽ പ്രകടമാകുന്ന സ്വഭാവം എന്തായിരിക്കും? ആ ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡോർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. ഫിൽ ഇൻ ദി 1 and 2. നമുക്ക് ഫസ്റ്റ് അവിടെ ഫില്ല് ചെയ്യാൻ സ്മോൾ ടി ദെൻ സ്മോൾ ആർ. അപ്പോൾ അവിടെ സ്മോൾ ടി ആൻഡ് സ്മോൾ ആർ എന്നായിരിക്കും ഡോർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഉയരം കുറഞ്ഞ റിങ്കിൾഡ് ചുളുങ്ങിയ വിത്തുള്ള പ്ലാന്റിൻ്റെ ഒരു ജീനോടൈപ്പ് അങ്ങനെയായിരിക്കും. ഇനി ഓരോ പ്ലാന്റിൽ നിന്നും നമുക്ക് ഗമേറ്റുകൾ ഉണ്ടാവണം. കാരണം ഒരു മെയിൽ പാരൻറ്റിൻ്റെയും ഫീമെയിൽ പാരൻറ്റിൻ്റെയും ബോഡിക്കകത്ത് വരുന്ന ഗമേറ്റുകൾ, ബീജങ്ങൾ എന്ത് ചെയ്യണം, തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് വേണം അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഗമേറ്റുകൾ എപ്പോഴും നമ്മൾ റൗണ്ടിലാണ് കാണിക്കാറുള്ളത്. അതിനൊരു അനോട്ടേഷൻ അങ്ങനെയാണ്, നമ്മൾ റൗണ്ടിൽ കാണിക്കാറുണ്ട്. ഇനി ഗമേറ്റുകൾ, ബീജങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് എഴുതുമ്പോൾ ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരൊറ്റ ലെറ്റർ ഇവിടെ കാണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ മുകളിൽ നമ്മൾ ക്യാപിറ്റൽ ടി അത് ഉയരം പൊക്കം കൂടിയ അവസ്ഥ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒറ്റ ഒന്ന് മതി. ക്യാപിറ്റൽ ടി. ദെൻ ഉരുണ്ട വിത്ത് കാണിക്കാൻ ക്യാപിറ്റൽ ആർ എന്ന് പാരൻസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഗമേറ്റ് എഴുതുമ്പോൾ ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ക്യാപിറ്റൽ ആർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന ഭാഗത്താണ് കാണിച്ചിട്ടുണ്ടാവുക. ഇനി അപ്പുറത്ത് സ്വാഭാവികമായിട്ട് അപ്പുറത്ത് എന്തായിരിക്കും? നമ്മൾ പാരൻസ് സ്മോൾ ആർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ ഗമേറ്റുകൾ സ്മോൾ ടിയും സ്മോൾ ആറും ആയിരിക്കും. അതുകൊണ്ടാണ് ആ രണ്ടെണ്ണം ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് ബീജസംയോഗം നടന്നുണ്ടാവുന്ന ഒന്നാം തലമുറ F1 എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതാണ് അത് എഴുതുന്നതിൻ്റെ കറക്റ്റ് ഒരു ഓർഡർ, വൃത്തി അല്ലേ. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ സ്മോൾ ലെറ്റർ. അപ്പോൾ ഒരു ക്യാരക്ടർ കഴിഞ്ഞു, ഉയരം കഴിഞ്ഞു. രണ്ടാമത്തെ ക്യാരക്ടർ എന്താണ്? സീഡിൻ്റെ ഷേപ്പാണ്. സോ അതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ദി പ്ലാന്റ് ഇൻ ദി F1? ഒന്നാം തലമുറയിലെ F1ൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദ്യം. അപ്പം നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എന്താണോ അതായിരിക്കും ഡോമിനൻ്റ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എന്താണ്? ടോളാണ്, ഉയരം കൂട്ടിയതാണ്. ദെൻ സ്മോൾ ടിയോടെ എന്തായിരിക്കും? അവിടെ റെസസീവ് ആണല്ലേ, അല്ലെങ്കിൽ ഗുപ്ത ഗുണമാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടർ ഉയരം കൂടിയതാണ്. ദെൻ അവിടെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഉരുണ്ട വിത്തായിരിക്കും, റൗണ്ട് സീഡായിരിക്കും. സോ ദി ക്യാരക്ടർ ഓഫ് ദി പ്ലാന്റ് ഇൻ ദി F1 ഇസ് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. Then gamete ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇവിടെ സ്മോൾ ടി, സ്മോൾ ആർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ദി പ്ലാന്റ് ഇൻ ദി F1? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ.